Hello friends, welcome to Shali's kitchen. ഇന്ന് ഞാൻ ഒരു നല്ലൊരു സ്നാക്കാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏലാഞ്ചിയുടെ ഒരു പുതിയൊരു വേർഷൻ. ഇത് ഹെൽത്തിയാണ്, അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് നടക്കാം. വീഡിയോ ഇഷ്ടമായി ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി. ഇതിനൊരു ഏത്തപ്പഴം എടുത്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളുടെ ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സോട്ടേ ചെയ്ത് എടുക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. പഴം കാരമലൈസ് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു അര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഓക്കെ, കപ്പ് തേങ്ങയും ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്, നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇഞ്ചിക്കുള്ള ഫില്ലിങ് റെഡി. ഇനി ഇതിലേക്കുള്ള ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. നമുക്ക് 1 കപ്പ് മൈദ വേണം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഒരു മുട്ട ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ മുട്ട സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുട്ട ഇട്ട് കൊടുക്കുക. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എലഞ്ചി ഉണ്ടാക്കാം. ഒരു പാൻ ചൂടാക്കാം. ഞാനത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ ഓയിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ വേണമെങ്കിൽ ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദോശ ചൂടുന്ന പോലെ ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുക, ഷേപ്പിലാക്കി എടുക്കുക. ഓക്കെ, സോ ഇതൊരു ഭാഗം വെന്ത് വരട്ടെ കേട്ടോ. നമ്മൾ ദോശ ചുടുന്ന പോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ആവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഓക്കെ, തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, സോ നമുക്കിത് എടുക്കാം കേട്ടോ. ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഇതിൽ വിട്ട് വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ നടുവിൽ നമ്മളുടെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. എലാഞ്ചി തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. എല്ലാ എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.